നമ്മുടെ ബിസി ലൈഫിൽ നമ്മൾ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് ഒരു നല്ല ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്താൽ മാത്രം പോരാ, നമ്മൾ പോകുന്ന സ്ഥലം വെർത്തായിരിക്കണം. ഫൈനാൻഷ്യലി ആണെങ്കിലും മനസ്സിന് നല്ല ഒരു സുഖം തരുന്ന സ്ഥലമായിരിക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ തവണയാണ് വയനാട്ടിലോട്ട് വരുന്നത്, ഈ റിസോർട്ടിലേക്കും വരുന്നത്. പക്ഷെ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മഴക്കാലവും റെയിനിൻ്റെ ആംബിയൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഇത്തവണ ഞങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞ തവണത്തിനെക്കാട്ടിലും കൂടുതൽ ഗ്രീനറി ഉണ്ടായിരുന്നു. റിസോർട്ടിനുള്ളിലാണെങ്കിലും ഒരുപാട് ചെടികൾ, അന്ന് ഞങ്ങൾ കുഞ്ഞു പ്ലാന്റ്സ് ആയിട്ട് കണ്ടതൊക്കെ വളർന്ന് വലുതായി, കുറേയൊക്കെ നല്ല പൂക്കളും പുതിയ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാമത് അതേ സ്ഥലത്ത് തന്നെ വന്നതുകൊണ്ട് കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു ഇഷ്ടപ്പെടുമെന്ന്. പക്ഷെ അന്ന് വന്നത് സമ്മറിലും ഇത്തവണ വന്നത് റെയിനി സീസണിലും ആയതുകൊണ്ട് അതിൻ്റെതായ നല്ല ഡിഫറൻസ് നമുക്ക് ഫീലായി. ഒരു 4 to 5 hours ഡ്രൈവ് കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു നൂൺ ടൈം കഴിഞ്ഞായിരുന്നു. പക്ഷെ നമ്മളിവിടുത്തെ ലഞ്ച് നേരത്തെ പറഞ്ഞതുകൊണ്ട് അവരതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചും കഴിഞ്ഞ് ഒരു വാക്ക് കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയപ്പോഴേക്കും ഇരുണ്ട് അവിടെ മഴ സ്റ്റാർട്ട് ചെയ്തു. ആ റൂമിൽ നിന്ന് മഴ തന്നെ കാണാനായിട്ട് പ്രത്യേക തരം ഒരു ഭംഗിയാണ്. ഈ റിസോർട്ടിന് ചുറ്റും ഒരുപാട് പാഷൻ ഫ്രൂട്ട് ചെടികളുണ്ട്, അതുപോലെ തന്നെ കുറേ കോഫി ചെടികളുണ്ട്. പാഷൻ ഫ്രൂട്ട് നമ്മൾ അവർ വെറുതെ നമുക്ക് പറിച്ച് തരത്തൊന്നുമില്ല, നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരെണ്ണം അവർ പറിക്കാൻ സമ്മതിച്ചാണ്. ഇവിടുത്തെ വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൂൾ വില്ലയാണ്. അതെപ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ല. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യാൻ നേരത്തെ ചോദിച്ചു വെച്ചിട്ട് വന്നാൽ അതിൻ്റെ ബുക്കിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ അങ്ങനെ അവൈലബിൾ അല്ല. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കാരണം അത് കാണിക്കാൻ പറ്റി. ഇത് നല്ലൊരു ഓപ്ഷനാണ് ഒരു പ്രൈവറ്റ് പൂൾ ആഗ്രഹിക്കുന്നവർക്ക്. ഇപ്പോൾ ആ റൂം നമുക്ക് കിട്ടിയില്ലെങ്കിലും ബാക്കി റൂംസും സിമിലർ ആണ്. പിന്നെ ഒരു കോമൺ ആയിട്ട് സ്വിമ്മിംഗ് പൂൾ എല്ലാവർക്കും ആയിട്ട് ഒരെണ്ണമുണ്ട്. ഈ കോമൺ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു കോർണറിലായിട്ട് കിഡ്സ് പൂളും ഉണ്ട്, അതിനപ്പുറത്ത് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളായിട്ടൊക്കെ വരുവാണെങ്കിൽ അവരെ എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഈ ഓപ്പൺ സ്പേസിലാണ് രാത്രി ക്യാമ്പ് ഫയർ നടത്താറുള്ളത്. അത് നേരത്തെ റിക്വസ്റ്റ് ചെയ്താൽ അവർ അത് നല്ല രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന് നല്ല റേറ്റിംഗ് ഉള്ളതാണ്. നിങ്ങൾ ഗൂഗിളിലും booking.com നോക്കിക്കഴിഞ്ഞാൽ നല്ല റേറ്റിംഗ് ഉള്ളതാണ്. അത് നോക്കിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഇതാണ് റിസോർട്ടിൻ്റെ അഡ്വഞ്ചർ ആക്ടിവിറ്റി ഏരിയ. മഴക്കാലത്ത് അവിടുത്തെ സേഫ്റ്റി ഇഷ്യൂസ് നോക്കിയിട്ടേ അവരത് ഓപ്പൺ ചെയ്യാറുള്ളൂ. കഴിഞ്ഞോണം വന്നപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു സിറ്റി ലൈഫിൽ താമസിച്ചിട്ട് വരുമ്പോൾ എപ്പോഴും നമുക്ക് എത്ര നല്ല സ്ഥലത്ത് പോയാലും പലപ്പോഴും നമുക്ക് ആ ഒരു നല്ല ഫ്രഷ് എയർ ഫീലിംഗ്, ആ ഒരു കാംനെസ് അതൊന്നും നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഈ സ്ഥലത്ത് എന്തോ നമ്മൾ ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും അത് ഫീലാവും. നല്ല ഫ്രഷ് എയർ ആണ് അവിടുത്തെ. മേ ബി ഒരുപാട് മരങ്ങൾ ചുറ്റിനുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെ അത്രയും പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കാം. ഈ റിസോർട്ടാണെങ്കിലും റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ്. അതെ, ഇത് മാത്രമാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. ഇവിടേക്ക് എത്താനായിട്ടുള്ള റോഡ് അത്ര നല്ലതല്ല. ഒരു ചെറിയ റോഡും പിന്നെ അത്ര നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള റോഡും അല്ല ഫ്രം ദ മെയിൻ റോഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളും ഒരു തവണ വിസിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ വിസിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് വളരെ കുറവാണ്. അപ്പം ഇത് അങ്ങനത്തെ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഇനി ഒന്നുകൂടെ പോകണമെങ്കിലും ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നുകൂടെ പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വേണ്ടുന്ന കാംനെസ് അല്ലെങ്കിൽ റിലാക്സേഷൻ അതിവിടെ മസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് 2 റീസൺസ് ആണ്. ഒന്ന് ഇവിടുത്തെ സറൗണ്ടിങ്സും പിന്നെ ഇവിടുത്തെ സ്റ്റാഫും വളരെ പൊളൈറ്റും. നമ്മളിപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കാമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കും. മൊത്തത്തിൽ ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ പോയ ടൈമിങ്ങിൻ്റെ ആയിരിക്കാം. പക്ഷേ ഓൾ ടുഗെദർ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്കും കളിക്കാനും പറ്റും, എന്നാൽ നമുക്ക് റിലാക്സ് ചെയ്യാനും പറ്റും. ഇത്തവണ ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോൾ കുറച്ച് അപ്സെറ്റായിട്ടാണ് പോയത്. സ്ഥലം എങ്ങനെയുണ്ടാവും, ഇപ്പോൾ ആ ലാൻഡ് സ്ലൈഡ് ഒക്കെ കഴിഞ്ഞിട്ട് ആകെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി, ഇല്ല, എല്ലാം പഴയതുപോലെയാണ്. അവിടെ ആൾക്കാരും എല്ലാം പഴയതുപോലെ ആയിട്ടുണ്ട്. സോ ബേസിക്കലി വയനാട് ഈസ് ബാക്ക്.